എന്തായാലും നമ്മൾ നാളെ മാവേലിക്കര പോവാണ്. അതിന് മുന്നേ നമ്മുടെ പട്ടാമ്പിയിൽ വന്നപ്പോൾ പോലും ഞാൻ ഒരുപാട് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, കുടുംബശ്രീയുടെ സരസ്മേള എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അത് ഒരുപാട് പേര് പറയുന്നുണ്ട് പോയ കാര്യമൊക്കെ. അപ്പം ഞാനും രാഹുലേട്ടനും എന്തായാലും പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന അങ്ങ് ചാലിശ്ശേരിയാണ്. അതായത് പട്ടാമ്പിയിലുള്ളവർക്ക് അറിയാം, നല്ല ദൂരമാണ്. നമ്മൾ ബൈക്കിലാണ് കേട്ടോ പോയത്. അങ്ങനെ എന്തായാലും നമ്മളൊരു ചെറിയ റൈഡ് എന്നുള്ള രീതിയിൽ പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒടുക്കത്തെ തിരക്കായിരുന്നു. ജനസാഗരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ കുടുംബശ്രീയുടെ ഒരു പ്രോഗ്രാമൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ കണ്ട് ഇനി നമുക്ക് ഓരോ സ്റ്റാളുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ ഓരോ ജില്ല ബേസും ഓരോ സംസ്ഥാനം ബേസും ആയിട്ടുള്ള സ്റ്റാളുകളാണ്. അവരൊക്കെ കുടുംബശ്രീയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓരോരോ സംഭവങ്ങളൊക്കെയാണ് തോന്നുന്നു അവിടെ വെച്ചേക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് തിരക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് തിരക്കുള്ള സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ആണെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിലൊന്നും കയറിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് കാണാന്നുള്ള രീതിയിലാണ് വന്നത്. പിന്നെ വലിയൊരു സ്റ്റേജൊക്കെ പണിതിട്ടുണ്ട്. അവിടെ ഓരോ കലാകാരന്മാരുടെ പ്രോഗ്രാംസ് ഒക്കെയാണ് നടക്കുന്നത്. പിന്നെ അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കോർട്ടിൽ കയറി കഴിയണമെങ്കിൽ 500 രൂപയുടെ കൂപ്പൺ എടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ നമ്മൾ പട്ടാമ്പി സ്റ്റുഡിയോയിലേക്കാണ് പോയത്. വേറൊന്നുമില്ല, എനിക്ക് കുറച്ച് കാജൽ, നെയിൽ പോളിഷ് റിമൂവർ, അങ്ങനെ ഓരോ ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അധികം സാധനങ്ങളൊന്നും വാങ്ങിയില്ല. ഞങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ പിത്തൂന് വല്ല ഡ്രസ്സും ഉണ്ടോയെന്ന് നോക്കാനായിട്ടായിരുന്നു പോയത്. പക്ഷേ ഒന്നും അങ്ങോട്ട് ഓക്കെ ആയില്ല, കാരണം ഇയർ എൻഡിങ് സെയിൽ നടക്കുന്നതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടേക്കുന്ന അപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളൊന്നും വാങ്ങിയില്ല. വാങ്ങിച്ച സാധനം കൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. ഇനിയിപ്പോൾ നാളെ നമ്മൾ വീട്ടിൽ പോവാണ്, അതായത് മാവേലിക്കര പോവാണ്. എന്തായാലും അതിൻ്റെ വീഡിയോ നാളെ ഇടുന്നതായിരിക്കും കേട്ടോ. ബായ്.